ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ചെറിയ ഒരു ഏരിയയിൽ, അതായത് 1.5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയും വരുന്ന, അതായത് 150 സെൻറ്റിമീറ്റർ നീളവും 150 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന അത്രയും സ്ക്വയറായിട്ട് വരുന്ന ഏരിയയിൽ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ ബാത്റൂമിൻ്റെ അകത്ത് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വൈറ്റാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്, ടൈല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൽ എത്ര രൂപ മുടക്കി എന്നതിലല്ല കാര്യം, അത് എത്ര രീതിയിൽ ഭംഗിയായി ചെയ്തു എന്നുള്ള രീതിയിലാണ് കാര്യം. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ചെറിയ ബാത്റൂമാണ്, എന്നാൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ ചെറിയ വാഷ് ബേസിനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്, കാരണം ചെറിയ ഏരിയ ആയതുകൊണ്ട് ചെറിയ വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്തേക്ക് മാറിയിട്ട് കൺസീൽഡ് ഫ്ലഷാണ് കൊടുത്തിരിക്കുന്നത്, അതായത് പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ കൺസീൽഡ് ഫ്ലഷ് കൊടുത്തിരിക്കുന്നു. പിന്നെ തൊട്ടപ്പുറത്തേക്ക് മാറി 2 ടാപ്പ് കൊടുത്തിട്ടും ഷവറും കൂടി കൊടുത്തിട്ടുണ്ട്, അതായത് ഒന്ന് ചൂടുവെള്ളത്തിനും ഒന്ന് പച്ചവെള്ളത്തിനും. പിന്നെ ഷവർ വാൽവിന് വേണ്ടിയിട്ട് മുകളിലേക്ക് ഒരു ഷവറിൻ്റെ വാൽവ്, കൺസീൽഡ് ഷവർ വാൽവ് കൂടി കൊടുത്തിട്ടുണ്ട്, ഷവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എക്സോസ്റ്റ് കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. പിന്നെ സോപ്പ് ഡിഷ്, ടവൽ റോഡ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോട് കൂടി ചെറിയ ബാത്റൂമിൽ തന്നെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്, ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൺജസ്റ്റഡ് ആകുന്ന രീതിയിലല്ല, എന്നാൽ നല്ല രീതിയിൽ തന്നെ ബാത്റൂം കാണാൻ നല്ല ലുക്കായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഡോറ് തുറന്ന് വരുന്നതിൻ്റെ സൈഡിലായിട്ട് ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വാഷ് ബേസിൻ കൊടുത്തു. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് കൊടുത്തു. അപ്പോൾ കൺസീൽഡ് ഫ്ലഷിന് ഏകദേശം 90 സെൻറ്റിമീറ്റർ കൊടുത്തു. ബാക്കി വരുന്ന ഏരിയ കംപ്ലീറ്റ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തു. ബാക്കി ഇപ്പുറത്തേക്ക് വരുന്ന സ്ഥലം കംപ്ലീറ്റ് നമ്മൾ അതിൻ്റെ സെൻറ്റർ, അത് ഭിത്തിയിൽ നിന്നും ഒരു 45 സെൻറ്റിമീറ്റർ മാറ്റി സെൻറ്റർ ചെയ്തതിന് ശേഷം ഷവർ വാൽവ് കൊടുത്തു. അതിൻ്റെ സെൻറ്റർ ചെയ്തിട്ട് 2 ടാപ്പുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 2 ലെങ്ത് തമ്മിൽ 6.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ ടാപ്പും കൂടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി വളരെ ചെറിയൊരു ബാത്റൂമിൻ്റെ അകത്ത് നമുക്കിതെല്ലാം കൊള്ളിക്കാമെന്ന് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I